ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ 7th ഡേ ആണ്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ചെറിയ ചൂടുവെള്ളം കുടിച്ചു, പഞ്ചസാരയിടാത്ത ഒരു ചായ കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. ഇന്ന് മുട്ട ദോശയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ദോശ മാവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു, അതിലേക്ക് കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, അതുപോലെ ഉപ്പും ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ ഇടാവുന്നതാണ്. പിന്നെ എണ്ണ ഞാൻ അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. അങ്ങനെ ഒരുപാട് എണ്ണ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് കോരി ഒഴിക്കേണ്ടതൊന്നും ആവശ്യമില്ല. എണ്ണ സ്പ്രേ ചെയ്താലും മതി. അങ്ങനെ ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ ഒരു മനസ്സിന് ഇതുകൊണ്ടാണ് നമ്മൾ ഒരു സ്പൂൺ എണ്ണയൊക്കെ എടുത്ത് ഒഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാനും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു 1:30 ആയപ്പോഴേക്കും ഞാൻ പൈനാപ്പിൾ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പിന്നെയും ഒരു വിത്തൗട്ട് ചായയും ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചായിരുന്നു. ഇനി ഡിന്നറിന് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത് കുറുമ കറിയാണ്. ഞാൻ ഒട്ടുമിക്ക കറികളും ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കും. അതിൻ്റെ സവാള ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇടേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കും. ഞാൻ ഇന്ന് മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ്, ഞാൻ കുറുമ കറിയായതുകൊണ്ട് വെജിറ്റബിൾസ് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഗ്രീൻ പീസ്, കോളിഫ്ലവർ, ബീൻസാണ് ഇട്ടിട്ടുള്ളത്. ചിലപ്പം സോയാ ചങ്ക്സും കൂടി ഇട്ട് കൊടുക്കും. അതിന് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണം. ആദ്യമേ ഒഴിക്കുമ്പോൾ പിന്നെ നമ്മളൊരു സ്പൂൺ എണ്ണയിൽ ഒഴിക്കുന്നുള്ളൂ, അത് പിന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് അവസാനമൊക്കെ ഇട്ട് കൊടുക്കണം. 2 വിസിലാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കേൾപ്പിക്കുന്നത്. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ ഞാൻ ചൂടാക്കത്തില്ല. പിന്നെ മല്ലിയിലയിട്ട് അതൊന്നും അടച്ചു വയ്ക്കത്തേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ കറി റെഡിയായി. ഞാൻ നൊത്തോലി മീനാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത്. ഞാൻ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂൺ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മാഗ്നേറ്റ് 1/2 മണിക്കൂറെങ്കിലും വെച്ചിട്ടുള്ള നൊത്തോലി ഇട്ട് കൊടുക്കും. എന്നിട്ട് അടച്ച് വയ്ക്കും. നല്ല ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ടിട്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഉള്ളി സവാളയും ഇട്ട് കൊടുക്കാം. അതിനെ അടച്ച് വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രൈ റെഡിയാവും. ഇത് നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് മൂപ്പിക്കണ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയാലും അതേ ടേസ്റ്റൊക്കെ കിട്ടാവുന്നതാണ്. പിന്നെ സാലഡിന് ഞാൻ സാലഡ് വെള്ളരിക്കയും ഉപ്പ്, ചാട്ട് മസാല, നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഡിന്നർ ഒരു 6 മണിക്ക് മുന്നേ തന്നെ കഴിക്കും. ഒരു 5:45 ആ ടൈം ആകുമ്പോൾ. പിന്നെ 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യും, 2 ലിറ്റർ വെള്ളവും കുടിച്ചു. അപ്പോൾ നമുക്ക് നാളെ